അസ്സലാമലൈക്കും. എന്തെല്ലാം എല്ലാവരുടെയും വിശേഷം? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം നമ്മളെ വീട്ടിലൊക്കെ കോഴികളുണ്ടാവില്ലല്ലേ? ചിലരുടെ അടുത്ത് മുട്ടക്കോഴി ഉണ്ടാകും, ചിലരുടെ അടുത്ത് നാടൻ കോഴി ഉണ്ടാകും, ചിലരുടെ അടുത്ത് ഇറച്ചിക്കോഴി ഉണ്ടാകും. അപ്പോൾ ഈ കോഴികളിലൊക്കെ ഏറ്റവും വളർത്താൻ ഉചിതമായ കോഴി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് നാടൻ കോഴി തന്നെയാണ് കേട്ടോ. ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. ചിലർക്ക് നാടൻ കോഴിയോടായിരിക്കും, ചിലർക്ക് മുട്ടക്കോഴിയോടായിരിക്കും, ചിലർക്ക് ഫാൻസി കോഴിയോടായിരിക്കും. അതൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. നാടൻ കോഴി വളർച്ചയിൽ പിന്നോക്കത്തിലാണെങ്കിലും ഇറച്ചിക്കും മുട്ടക്കും ഉയർന്ന വില ലഭിക്കാറുണ്ടല്ലോ മാർക്കറ്റിലും ഒക്കെ. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയിലും തീറ്റ ചെലവ് കുറവുള്ളതുമാണ്. ശരിയായ തീറ്റ, വാക്സിന്, ശുചിത്വം എന്നിവയൊക്കെ പാലിച്ചാൽ ഏത് രീതിയിലും മികച്ചൊരു വരുമാനം നേടാൻ കഴിയുന്നതാണ് കേട്ടോ. പിന്നെ മുട്ടക്കോഴിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടയിടാൻ തുടങ്ങിയ ശേഷം ഒരു നല്ല ലെയർ കോഴിക്ക് വർഷത്തിൽ ഏകദേശം 250-320 മുട്ട വരെ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് മുട്ട വിൽപ്പന നടത്തി സ്ഥിരമായി വരുമാനവും നേടാം. പിന്നെ മുട്ടക്കോഴി വളർത്തുന്നത് കൊണ്ട് പ്രധാനമായും മുട്ടയ്ക്ക് എപ്പോഴും ആവശ്യക്കാരുണ്ടാകും. വീടുകളിലായാലും ഹോട്ടലുകളിലായാലും സൂപ്പർ മാർക്കറ്റുകളിലായാലും തുടങ്ങിയ സ്ഥലത്തൊക്കെ സ്ഥിരമായ ഡിമാൻഡ് ഉണ്ട്. മുട്ടക്കോഴി വളർത്തൽ ഗുണമേന്മയുള്ള തീറ്റ, ശുദ്ധജലം, കൃത്യസമയത്തുള്ള വാക്സിന്, ശുചിത്വമുള്ള ഷെഡ് ഉറപ്പാക്കിയാൽ നല്ല ലാഭം നേടാൻ കഴിയുട്ടോ. അപ്പം മുട്ടക്കോഴി വളർത്തുന്നവർക്ക് മുട്ടക്കോഴിയോട് കാര്യം ഇഷ്ടം, നാടൻ കോഴി വളർത്തുന്നവർക്ക് അതാവും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. പിന്നെ മുട്ടക്കോഴി വളർത്തിയാലും നാടൻ കോഴി വളർത്തിയാലും ശരിയായ പരിപാലനവും നല്ല തീറ്റയും രോഗപ്രതിരോധ ശേഷിയും ഉറപ്പാക്കിയാൽ രണ്ടിലും മികച്ച ലാഭം നേടാൻ കഴിയുട്ടോ. കൃത്യമായ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ കോഴി വളർത്തൽ മികച്ച വരുമാനം നൽകുന്ന ഒരു സംരംഭം തന്നെയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.